നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം എന്നാണ്. നിക്കാഹ് ചെയ്യണം എന്ന് പുരുഷന്മാരോടോ സ്ത്രീകളോടോ ഉള്ള ഡയറക്റ്റ് അള്ളാഹുവിന്റെ കൽപ്പനയല്ല ഇങ്ങനെ. അത് പക്ഷെ ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ റബ്ബാനിയായ ഹുക്മ് ഈ സമൂഹത്തിൽ എല്ലാവരുടെയും ഒരു ബാധ്യതയാക്കി അള്ളാഹു തരികയാണ്. നിങ്ങളുടെ മക്കളിൽ വിവാഹം ചെയ്യാത്തവർക്ക് എന്നാണോ? അല്ല, അൽ അയാമ മിൻകും. അയ്യം എന്ന് പറഞ്ഞ വാക്കിന്റെ പ്ലൂരലാണ് അയാമ. ഭർത്താവ് ഇല്ലാത്ത ഒരു പെണ്ണിന് അയ്യം എന്ന് പറയും. അതൊരു പക്ഷേ അവൾ ആദ്യമേ നിക്കാഹ് ചെയ്യാത്തവളാണ്, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യപ്പെട്ടു, ഭർത്താവ് ഇല്ലാതെ തൊലാഖ് ചൊല്ലപ്പെട്ടിട്ടോ ഭർത്താവ് മരിച്ചുപോയിട്ടോ ഭർത്താവില്ലാതെ ജീവിക്കുന്ന പെണ്ണിനും അയ്യം എന്നെ പറയാം. അയ്യാത്തൊരു പുരുഷൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പക്ഷേ ഭാര്യയില്ല, അങ്ങനത്തെ ഒരു പുരുഷൻ, അവർക്ക് നിങ്ങൾ ആരാണ്? നിങ്ങൾ പാപ്പമാരാണോ? മുഅ്മിനീങ്ങളായ കൂട്ടുകാര്, അവരെ ആർക്കാണ് അള്ളാഹു ഈ ഹുക്മ് സമൂഹത്തിന് ഏൽപ്പിച്ചു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. മോൾക്ക് കല്യാണം അല്ലെങ്കിൽ മകന് കല്യാണം വേണ്ടേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്, അതിൽ താല്പര്യപ്പെടുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഇവിടെ നിന്നാണ് നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. അപ്പൊ ഒരു പെണ്ണ് സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി നിക്കാഹ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രജിസ്റ്റർ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആടുകളിൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു നിക്കാഹ് ജായിസാണോ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിബിന്റെ വിഷയത്തിൽ, അതായത് ഒരിക്കൽ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ്, ഒരിക്കൽ അവൾ വിവാഹം ചെയ്യപ്പെട്ടവളാണ്, അവൾക്കാണ് സയ്യിബ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു പെണ്ണിന് യജൂസു ലഹാ അൻ തുസവ്വിജ നഫ്സഹാ, അവൾക്ക് അവളുടെ നഫ്സിനെ തന്നെ വിവാഹം ചെയ്യിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ഫിഖഹിന്റെ അഭിപ്രായമുണ്ട്. ആലിമീങ്ങൾ ജായിസാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണാണ്, അവൾക്ക് യോജിച്ചൊരു പുതിയാപ്പിള്ളയെ അവൾ കണ്ടെത്തിയാൽ അവൾക്ക് അവളെ തന്നെ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു ബിക്കർ, നിക്കാഹ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ആദ്യമായിട്ട് നിക്കാഹ് ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷകർത്താവില്ലാതെ അവരുടെ വിവാഹം സാധുവേ അല്ല എന്ന് മഹാന്മാരായ ഫഖഹാ പഠിച്ചെടുക്കുന്നത്. അത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ പെണ്ണിനും അങ്ങനെ തന്നെയായിരുന്നു നിയമം വരേണ്ടിയിരുന്നത്. പക്ഷേ സയ്യിബിനെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് ഒറ്റയ്ക്ക് തന്നെ പറ്റും എന്ന് തെളിവ് വേറെ വന്നതിന്റെ പേരിൽ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവൾക്കും രക്ഷിതാവ് വേണം എന്ന് തന്നെയാകുമായിരുന്നു നിയമമെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വൻകിഹു, നിക്കാഹ് ചെയ്യിക്കണം. നിക്കാഹ് എന്താണ് എന്ന ആ ഒരു മസ്അലയെ സംബന്ധിച്ചല്ല അല്ലാഹു തആല ഇവിടെ അത് നിങ്ങൾ ചെയ്യിക്കണം. എന്താണ് ഇതിന്റെ മഹത്വം, എന്താണ് ഇതിന്റെ ശ്രേഷ്ഠത, അതൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എന്റെ ഹബീബായ നബി തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. 3 വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്ന്, ഒരു മയ്യിത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണം, അത് താമസിപ്പിക്കരുത്. ആള് വരാനോ കാണാനോ ഉണ്ടെന്ന് പറഞ്ഞ് താമസിപ്പിക്കല്ലേ. അകാരണമായി ഈ മയ്യിത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹക്ക് ഇടപാടിന്റെ വിഷയമുണ്ട് എങ്കിലൊക്കെ, അല്ലാതെ ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താമസിപ്പിക്കരുത്, പെട്ടെന്ന് മറവ് ചെയ്യണം. ഒരു നിസ്കാരം ആസന്നമായി കഴിഞ്ഞാൽ ആ നിസ്കാരം നിങ്ങൾ പെട്ടെന്ന് നിർവഹിക്കണം. പിന്നെ ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ, വിവാഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായത്തിലേക്ക് അവൾ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിക്കാഹ് ചെയ്യിക്കണം. മഹാന്മാരായ ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്, വഅലൽ വലദി യഅഫാഫുൽ വാലിദി, വഅലൽ വലദ് യഅഫാഫുൽ വാലിദ്, മക്കൾക്ക് നിർബന്ധമാണ് എന്ത്? യഅഫാഫുൽ വാലിദി, പിതാവിന് ചാരിത്രശുദ്ധി ഉണ്ടാക്കി കൊടുക്കൽ മക്കൾക്ക് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെ? ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെയും ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അല്ലേ? ഉമ്മ മരിച്ചു, മക്കളൊക്കെ വലിയ മക്കളാണ്, വാപ്പയാണെങ്കിലോ ആരോഗ്യമുള്ള അവസ്ഥയിലാണ്. ഇങ്ങനൊരവസ്ഥയിൽ അലൽ വലദി, നമ്മൾ മനസ്സിലാക്കി മസ്അലൊക്കെ നാട്ടിലൊക്കെ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്ന വിഷയമാണ്. വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചാൽ പ്രശ്നമാക്കുന്ന കാര്യം. എങ്ങനെ പ്രശ്നമാക്കുക? അത് പ്രശ്നമാക്കാൻ പാടുണ്ടോ? വഅലൽ വാലിദി, മക്കൾക്ക് നിർബന്ധമാണ്. യഅഫാഫുൽ വാലിദി, വാപ്പാക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ. ഉമ്മയുടെ മരണശേഷം വാപ്പാക്ക് ഭാര്യയില്ലാത്ത സമയത്ത് മക്കള് വാപ്പാക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടെ ശരീഅത്ത്. വാപ്പയുടെ അവസ്ഥ എന്താണ്? ആണല്ലോ
വാപ്പാക്ക് കല്യാണം വേണമെന്ന് ഒരുപക്ഷെ വാപ്പ പറയില്ല, എന്നാൽ മക്കൾ ആലോചിക്കണം. അങ്ങനെ വാപ്പാക്ക് വേണ്ടി മക്കൾ മുൻകൈയെടുത്ത് പിതാവിന് ഒരു നിക്കാഹ് മക്കള് ചെയ്യിച്ചു കൊടുക്കണം. ശരിയായിട്ട് പറഞ്ഞത് മക്കൾ കല്യാണം കഴിപ്പിച്ചു, പിന്നെ വാപ്പ കല്യാണം കഴിച്ചാൽ പിന്നെ മക്കൾക്ക് പ്രശ്നം, ഞങ്ങൾ ആ പോരയിൽ നിൽക്കില്ല. ഇത് ചെയ്യിച്ചു കൊടുക്കണം എന്നാ ശറഅ് പറയണത്. ശറഅ് പറയാം മക്കൾ ഇത് മുൻകൈയെടുത്ത് ചെയ്യേണ്ടവരാണ്. വാപ്പ വേണ്ട എന്ന് പറഞ്ഞാലും വാപ്പയുടെ ശാരീരിക അവസ്ഥകളും മറ്റും മനസ്സിലാക്കിയിട്ട് മക്കൾ വാപ്പാക്ക് ഇത് ചെയ്യിച്ചു കൊടുക്കണം. മക്കൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം എന്ന് ഈ ആയത്തിന്റെ തന്നെ ആശയത്തിൽ നിന്ന് വരുന്നു. ഫുഖഹാ പഠിപ്പിക്കുകയാണ് അൽ അയാമ, അവിടെ വാപ്പ പോലും അയ്യമായിട്ട് മാറും. കാരണം വാപ്പ നിക്കാഹ് ചെയ്ത ആളാണ്, ഉമ്മ അവരുടെ ഭാര്യയാണ്. പക്ഷേ ആ ഭാര്യ മരിച്ചുപോയി, മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെയും പേര് അയ്യം എന്ന് തന്നെയാണ്. വാപ്പാക്കും പറയപ്പോ അയ്യം. ഇനി അതേപോലെ ഉമ്മയെ സംബന്ധിച്ചിട്ട് വാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക, ഉമ്മയുടെ ഭർത്താവ്, മക്കളൊക്കെ വലിയ മക്കളാണ്. ആ ഉമ്മാക്ക് നിക്കാഹി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ശാരീരിക അവസ്ഥയിലാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഉമ്മാക്ക് ഇനിയും കല്യാണം കഴിക്കാം, ഉമ്മ വേണ്ടെന്ന് പറയാൻ. എന്നാലും മക്കളൊന്ന് മുൻകൈയെടുക്കണം ഉമ്മാക്ക് ഒരു കല്യാണം നടത്തി കൊടുക്കാൻ. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളൊരു പ്രായത്തിലാണ് എങ്കിൽ മക്കളത് മുൻകൈയെടുക്കണം. ഈ ആയത്തിന്റെ അർത്ഥം വന്നു. അയ്യം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷായി കല്യാണം തീരെ കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്നൊന്നതിനർത്ഥമില്ല. ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് അയ്യമാണ്. രണ്ടാമത് കല്യാണം കഴിക്കാൻ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മുന്നിട്ടിറങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ കുടുംബക്കാർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ അടുത്ത ആളുകൾ അവരെ മുൻകൈയെടുത്ത് ഒരു നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. അസ്ബായിട്ട് ജീവിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഭാര്യയില്ലാതെ ജീവിക്കൽ. നമ്മുടെ നാട്ടിലെ കൾച്ചറും നാട്ടിലെ ചില കസ്റ്റംസ്, നാട്ടിലെ ചില ആചാരങ്ങളൊക്കെ വേറെയാണ്. ഒരു ഭാര്യ മരിച്ചാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, സലഫി സ്വാലിഹീങ്ങളിലൊക്കെ അവരുടെ ഭാര്യമാര് മരിച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ പോയി നിക്കാഹ് ചെയ്ത മഹാന്മാരുണ്ട്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇന്നൊരു പക്ഷേ അതൊക്കെ ഭയങ്കര മോശമാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് നിക്കാഹ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അഅസബായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, കല്യാണം ഒരു ഭാര്യയില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു നിക്കാഹ് ചെയ്ത ഒരു നാക്കിഹായിട്ടാണ് മരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആ മഹാൻ മറുപടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. അൽ അയാമ മിൻകും, നിങ്ങളിലെ അയ്യിമുകൾക്ക്. അയ്യം എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഭാര്യയില്ല അല്ലെങ്കിൽ ഭർത്താവില്ല, അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടിനും പറയും അയ്യാമ എന്ന് പറഞ്ഞാൽ. പുരുഷനായാലും പെണ്ണായാലും രണ്ടിനും ഇതർത്ഥം ഒരുപോലെയാണ്. എന്നത് അംറാണ്, ഇംപെറേറ്റീവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമാണ്. ഇംപെറേറ്റീവ് ആണ്, അംറാണ്, കൽപ്പനാസ്വരമുള്ള പ്രയോഗമാണ്. അങ്ങനെ വന്നാൽ ഇത് നിർബന്ധമാണോ? അല്ലെ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണോ? നിർബന്ധമാണെന്നാണ് പ്രത്യക്ഷമായ ആശയം, അങ്ങനെയാണ്. പക്ഷേ അത് സുന്നത്താണെന്ന മറ്റു തെളിവുകളിലൂടെ മനസ്സിലായതാണ്. അല്ലെങ്കിൽ ഇത് നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് തന്നെ വരുമായിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ സ്വരമാണ്. പക്ഷേ ആ ഹുക്ം നിർബന്ധം എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഏറ്റവും അള്ളാഹു പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാക്കളെ, ചെറുപ്പക്കാരെ എന്ന് വിളിച്ചു പറഞ്ഞ ഏതാനും ചില ഹദീസുകളെ കാണാൻ കഴിയും. യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവജനങ്ങളെ എന്ന് പറയുന്ന ഹദീസുകൾ വളരെ കുറവാണ്. യാ മഅ്ശറ ശബാബ്, ചെറുപ്പക്കാരെ എന്ന് തങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യുന്ന പ്രയോഗം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് فإنه أغض للبصر وأحصن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء شفيعنا رسول الله صلى الله عليه وسلم. വളരെ സ്വഹീഹായ ഹദീസല്ലേ, സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും വന്നിട്ടുള്ള ഹദീസുകളാണ്. യാ മഅ്ശറ ശബാബി, യുവാക്കളുടെ സമൂഹമേ, യുവാക്കളെ, അത് യുവതികളായാലും യുവാക്കളെ സംബന്ധിച്ച് അല്ലാഹു പുരുഷന്മാര് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം. യാ മഅ്ശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ ബാഅത്തിന് സാധ്യമാകുന്നവർ ഫല്യതസവ്വജ്, അവർ നിക്കാഹ് ചെയ്യട്ടെ. എന്താ ബാഅത്ത് എന്ന് പറഞ്ഞാൽ? മഹർ വനഫഖത്തു സൗജ്,
മഹർ കൊടുക്കാനും അതുപോലെ തന്നെ തന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനും കഴിയുന്ന മുഴുവൻ ആളുകളും ഫല്യതസവ്വജ്, കല്യാണം കഴിക്കണം. എന്താ കണ്ടീഷൻ? പുരണ്ടാക്കിയിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വാഹനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനൊന്നുമല്ല. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയോ? മഹർ എന്താണെന്ന് കോഴിയെ പറയാം. എന്താണ് ഈ മഹർ? അഖല്ലു മുതമവ്വിലിൻ, നമ്മുടെ ഫിഖഹിന്റെ കിതാബൊക്കെ പറഞ്ഞാലേ അഖല്ലു മുതമവ്വിലിൻ, ഏറ്റവും വളരെ കുറഞ്ഞ്, എനിത്തിങ് വാല്യുബിൾ, മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് മൂല്യമുണ്ടോ അത് കൊടുത്താൽ മഹറാണ്. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, മഹറിന് നിങ്ങൾക്ക് കഴിവുണ്ട്. വനഫഖ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ മഹറും അതിന് അനുബന്ധമായി വരുന്ന ഒരു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ചെലവ് കൊടുക്കണം. ആ പെണ്ണിനുള്ള ഭക്ഷണവും വസ്ത്രവും താമസവും കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം, മനുഷ്യന്മാർക്ക് ആവശ്യമായ താമസ സൗകര്യം, സാധാരണഗതിയിൽ മനുഷ്യന്മാരിടുന്ന വസ്ത്രം, ഇത്രേ ഉള്ളൂ. അതിന് ആ ബ്രാൻഡിന്റെ വസ്ത്രം തന്നെ വാങ്ങണം. ഇത്ര സൗകര്യമുള്ള, എത്ര സ്ക്വയർ ഫീറ്റുള്ള വീട്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒന്നും വേണ്ട. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനൊരു വീട്, അവർക്ക് താമസ സൗകര്യവും, വീട് എന്ന് ഒരു അർത്ഥമല്ല, സെക്കൻഡ്, അത് സ്വന്തം ഉമ്മയുടെ വാപ്പയുടെ കൂടെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. താമസിക്കാൻ ഒരു ഇടം വേണം, അത് വാടകക്കായാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ്. സ്വന്തമായിട്ടൊരു പുര വേണം, എന്നിട്ടേ നിക്കാഹ് പറ്റൂ എന്നൊക്കെ ശഠിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ. എന്നിട്ട് ചെറുപ്പക്കാരങ്ങനെ ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ച് പിന്നെ ഇവിടെ നന്നാകാൻ തീരും. അതുകൊണ്ടൊക്കെ എത്രയോ തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ വാരിക്കൂട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് നല്ല ദിശാബോധവും ഹിദായത്തും അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, അല്ലേ? ആർക്കാണ് നിക്കാഹ് ചെയ്യാൻ കടപ്പാടുള്ളത്? ആരാണ് ചെയ്യേണ്ടത്? മഹർ കൊടുക്കാനും അതുപോലെ തന്നെ മഹറിന് ശേഷം കല്യാണം കഴിഞ്ഞ് അതിന്റെ നഫഖത്ത് ചെലവ് കൊടുക്കാനും കഴിവുള്ള മുഴുവൻ ചെറുപ്പക്കാരും ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ, നിർബന്ധമാണ് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു അഗദ്ദു ലിൽബസരി, മനുഷ്യന്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് ചിന്തിക്കാൻ ഏറ്റവും അനുയോജ്യം ഒരു മനുഷ്യൻ ചെയ്യുന്ന നിക്കാഹ് തന്നെയാണ്. ഫഇന്നഹു അഗദ്ദു ലിൽബസരി, ബസർ, കണ്ണിനെ ഹറാമിലേക്ക് നോക്കാതെ ചിന്തിപ്പിക്കാൻ ഏറ്റവും കടപ്പെട്ടത് വിവാഹം കൊണ്ടാണ്. വഅഹ്സനു ലിൽഫർജി, ഒരു മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം, അവന്റെ ജനനേന്ദ്രിയം സൂക്ഷിക്കാൻ ഏറ്റവും സഹായിക്കുന്നതും അവന്റെ നിക്കാഹ് തന്നെയാണ്. സവാജാൻ, വിവാഹമാണ്. അതുകൊണ്ട് അവർ വിവാഹം ചെയ്യണം. കാരണം പറഞ്ഞു, ആർക്കത് പറ്റുമെന്ന് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അല്ലേ? നിക്കാഹ്, അതിന് മഹർ, മഹറിന് ശേഷം അവളുടെ ചെലവ്, ഇത് കഴിവുള്ള മുഴുവൻ ആളുകളും മഅ്ശറ ശബാബ്, യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി', ഇതിനൊരാൾക്ക് സാധ്യമല്ലെങ്കിൽ, വമൻ ലം യസ്തതി', പറഞ്ഞ ഒരാൾക്ക് മഹർ കൊടുക്കാൻ ഒന്നുമില്ല, ചെലവ് പുലർത്താനും കഴിയില്ല, എന്നാൽ ഫഅലൈഹി ബിസ്സൗം, അവർ നോമ്പ് നോക്കണം. ഫഇന്നഹു ലഹു വിജാഅ, കാരണം അതവർക്ക് ഒരു പരിചയാണ്, ഹറാമിൽ നിന്ന് തടുക്കാനുള്ള പരിചയാണ് നോമ്പെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ലഹു വിജാഅ, നിക്കാഹ് ചെയ്യാൻ കഴിയാതിരുന്ന ഏതാനും ചില സ്വഹാബികൾ, അവരിലുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവലാ നഖ്തസി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഖിസാഅ് ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഖിസാഅ് എന്ന് പറഞ്ഞാൽ ഷണ്ഡനാവുക, ഷണ്ഡീകരിക്കുക എന്നർത്ഥം. പറഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നസഞ്ചികളെ ഉടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകാരികമായ തോന്നലില്ലാത്ത വിധം ശരീരത്തിൽ ഒരു മാറ്റം വരുത്തുക. ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഒരു പറ്റം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അപ്പോഴും കൊടുത്ത മറുപടി ഇതാണ്, ഫഅലൈഹി ബിസ്സൗം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, وَلْيَسْتَعْفِفِ الَّذِينَ لَا يَجِدُونَ نِكَاحًا حَتَّى يُغْنِيَهُمُ اللَّهُ مِنْ فَضْلِهِ. തൊട്ടടുത്ത ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് അത് ആയത്തിൽ ചർച്ച ചെയ്യാനുള്ളത്.
നിക്കാഹ് ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകൾ എന്നാലും ചാരിത്രശുദ്ധി സൂക്ഷിക്കണം, ഇഫ്ഫത്ത് സൂക്ഷിക്കണം, വ്യഭിചരിക്കാൻ പോകരുത്, ഒനിവാസത്തിലേക്ക് പോകല്ല. അവരും അവരുടെ ഇഫ്ഫത്തിനെ സൂക്ഷിക്കണം. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചാരിത്രശുദ്ധി, ഹറാമിലേക്ക് പോകാതെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ അവർ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ മഹർ കൊടുക്കാനുള്ള കഴിവും സൗകര്യവും അള്ളാഹു അവർക്ക് നൽകുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യുക. അഥവാ ഇവരെങ്ങാനും ഷണ്ഡന്മാരായി പോയാൽ, ഷണ്ഡീകരിച്ചാൽ, വൃഷ്ണസഞ്ചികൾ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നിക്കാഹിന് കഴിവുണ്ടെങ്കിൽ പോലും നിക്കാഹ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് മക്കൾ ജനിക്കാതെ പോകും, കുടുംബങ്ങളില്ലാതെ പോകും. അങ്ങനെ ചെയ്യല്ല. അള്ളാഹുവിന്റെ സത്യത്തിനെ മാറ്റം വരുത്തല്ല. നിങ്ങൾ നോമ്പ് നോറ്റി വെയിറ്റ് ചെയ്യും, കാത്തിരിക്കുന്നു. അപ്പൊ പിന്നെ നോമ്പ് നോറ്റിട്ട് ഇപ്പൊ എന്താ വലിയ കുഴപ്പമൊന്നും വലിയ മാറ്റൊന്നും കാണില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടാവും ചില നോമ്പ് നോറ്റിട്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നോമ്പ് നോറ്റാൽ ഇതിനൊന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നോമ്പ് നോറ്റിട്ട് എനിക്കങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് റമളാനിൽ പറയേണ്ട സംഗതിയാണ്, പക്ഷെ എന്നാലും നമ്മൾ പറയാം, പിശാച് മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും ഓടുന്നുണ്ട് അല്ലെ? ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങൾക്ക് ഇഅ്തികാഫിലിരിക്കുന്ന നബിതങ്ങൾക്ക് റമളാനിന്റെ അവസാനത്തെ 10 തങ്ങളുടെ അടുത്തൊരു ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. സഫിയ്യ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹ അവര് അടിമ സ്ത്രീയായിരുന്നു. അവർ നബിതങ്ങൾ മോചിപ്പിച്ചു, തങ്ങൾ നിക്കാഹ് ചെയ്തതാണ്. സഫിയ്യ ബിൻത് ഹുയയ്യ് റളിയല്ലാഹു അൻഹ അവര് നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ രാത്രിയാണ്, തങ്ങൾ കൂടെ നടന്നു. കാരണം ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഇഅ്തികാഫിലുള്ള നബിതങ്ങൾ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം എന്ന മസ്അല പഠിപ്പിക്കുക കൂടിയാണ്. തങ്ങൾ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോ തങ്ങളും ഒരു പെണ്ണും നടക്കുന്നു അല്ലേ? അപ്പോ അൻസ്വാരികളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മദീന നിവാസികളായിട്ടുള്ള 2 ചെറുപ്പക്കാർ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ രണ്ടാളും നടത്തത്തിന് സ്പീഡ് കൂട്ടി. എന്റെ ഇരുട്ടത്ത് തങ്ങൾ, ഒരു സ്ത്രീ, ഇത്രയെ കാണാൻ കഴിയൂ. ഇവരെ ഞങ്ങളതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ അവരങ്ങ് നടത്തം സ്പീഡ് ചെയ്ത പോലെ തങ്ങൾക്ക് തോന്നി. തങ്ങൾ പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. രണ്ടാളും നിന്നു. തങ്ങൾ ഇരുട്ടത്താണ്, ചെറിയൊരു വെളിച്ചേ ഉള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സഫിയ്യത്തു ബിൻതു ഹുയയ്, ഇത് ഹുയയ്യിന്റെ മകൾ സഫിയയാണ് കേട്ടോ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ കുന്നാ നദുന്നു ഫീ അഹദിൻ ഫമാ കുന്നാ നദുന്നു ഫീക യാ റസൂലല്ലാഹ്. ഞങ്ങൾ ആരെപ്പറ്റിയെങ്കിലും വല്ലതും വിചാരിക്കുമെങ്കിൽ ആകാം, പക്ഷേ അങ്ങയെപ്പറ്റി ഞങ്ങൾ വിചാരിക്കുമോ റസൂലേ? ഈ തിരുത്തി തന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ ചോദിക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും മോശമായി വിചാരിച്ചു എന്ന് തങ്ങൾക്ക് തോന്നിയോ? പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു അന്യ പെണ്ണ് പോവാണോ എന്ന് വിചാരിച്ച പോലെയാണ് തങ്ങൾ തിരുത്തി കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ പിശാച് ഭയങ്കരനാണ്. ഇന്ന ശൈത്വാന, അവിടെ പറഞ്ഞ ഹദീസാണ്, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫദയ്യിഖു മജാരിഹി ബിൽ ജൂഅ്. പിശാച് മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം പിശാച് സഞ്ചരിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മോശമായത് പിശാച് ഇട്ടുതരുമെന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ട് ഞാൻ തിരുത്തി തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തെറ്റിദ്ധാരണ ജനകമായ വല്ല സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കണം എന്നർത്ഥം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു വിചാരിക്കുക അല്ലെ? നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഇറങ്ങി വരാണ്, അവിടെ ബാറും തോന്നിവാസവും നടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ അവിടെ പോയി നല്ലൊരു കപ്പച്ചിനോ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അത് നിങ്ങൾക്ക് കുറച്ചോനെ അറിയുള്ളൂ. നിങ്ങൾ കയറി ഇറങ്ങി വരും, മനുഷ്യന്മാരെന്താ പറയാ, ഇയാളൊക്കെ ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ കുറച്ചോനെ ബാറിൽ കയറി ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കപ്പച്ചിനെ കുടിക്കാൻ അങ്ങോട്ട് പോകണ്ട, അവിടെ വേറെ ഏതെങ്കിലും കഫേക്ക് പോയിക്കോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തിരുത്തി കൊടുക്കണം. ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട അവസ്ഥയാണ്. തിരുത്തി കൊടുക്കണം. ഞാൻ ഇന്നതായിരുന്നു വിഷയം, അല്ലെങ്കിൽ പലതുണ്ടാ. അവിടെ റിസപ്ഷനിൽ ഒരാളുണ്ട്, അയാൾ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ്, അയാളെ കണ്ടുവരികയാണ്. നിനക്ക് എന്താണോ സംഭവിച്ചത്, തെറ്റിദ്ധാരണ ജനകമാണോ, അവിടെ തിരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഒരു ഫിത്നയാണ്. ഇത് മനുഷ്യന്മാര് പറയും, മനുഷ്യന്മാർ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കുകയാണ്.
അതുകൊണ്ട് അവർ പറഞ്ഞു നടക്കുന്നതൊക്കെ ഗീബത്താണ്, പറയുന്നതും കേൾക്കുന്നതും അതിനൊക്കെ കാരണം ഈ തെറ്റിദ്ധാരണയാണ്. അങ്ങ് തിരുത്തി കൊടുക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇവിടെ പിശാച് ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കും, അല്ലേ? അതുകൊണ്ട് പിശാചിന്റെ സഞ്ചാര പഥങ്ങൾ പിശാച് സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം, ദയ്യിക്കാക്കണം, നാരോ, നിങ്ങൾ ഇടുങ്ങിയതാക്കി കൊടുക്കണം. എങ്ങനെ? ബിൽ ജൂ, വിശപ്പ് സഹിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിശാചിന്റെ സഞ്ചാര പഥങ്ങൾ സങ്കുചിതമാക്കണം. അപ്പൊ പിശാച് വരൂല. അപ്പൊ നോമ്പ് വിൽക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിശപ്പ് സഹിക്കുന്ന നോമ്പ് വേണം. അത്താഴത്തിന് കഴിച്ച് ദഹിക്കാനുള്ള നേരാവണുള്ളൂ, നോമ്പുറക്കാനാവുമ്പോഴേക്കും അതിലിപ്പോ ഇപ്പറഞ്ഞ ഫലം കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോറ്റോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പ് നോറ്റാൽ ഇതവന്റെ കവചമാണ്. എങ്ങനത്തെ നോമ്പ്? ജൂ, വിശപ്പ് അനുഭവിക്കുന്ന നോമ്പ്. അപ്പോഴേ ഇതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. ഫലം ഇല്ലാത്തതിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നിക്കാഹ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, നിക്കാഹിന്റെ ശേഷമുള്ള ചെലവ്, ഒരു ഭാര്യയ്ക്കുള്ള താമസം, ഭക്ഷണം, വസ്ത്രം, ഇത് നൽകാൻ കഴിവുള്ള ആൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അവളെ ഗൾഫ് കൊണ്ടുപോകാൻ പറ്റൂ, ഇതൊന്നും ഇതിന്റെ വിഷയമല്ല. അവൾക്ക് വസ്ത്രം, അവൾക്ക് ഭക്ഷണം, അവൾക്കൊരു താമസം, ഇത് ഇവന്റെ വകയായി സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? മഹർ കൊടുക്കാനും കയ്യിലുണ്ട്, എന്നാ നിക്കാഹ് ചെയ്തോളൂ. സുബ്ഹാനല്ലാഹ്. ഇതിന് കഴിയൂലേ? കാത്തിരിക്കണം. നിങ്ങളൊന്ന് വലിയ സ്റ്റാഫിക്, എന്നാലും നിങ്ങൾ ചരിത്രശുദ്ധി സൂക്ഷിക്കണം. അല്ലാഹു തആല തന്നെ പറയാൻ, മനുഷ്യരിൽ സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലാഹു ഉണ്ടാക്കുന്നതാണ്, അല്ലെ? ആരോഗ്യമുള്ള ഒരുപാട് ആളുകൾ, മാസങ്ങളോളം കൊല്ലങ്ങളോളം ഹോസ്പിറ്റലിൽ കിടപ്പിൽ കിടക്കുന്ന ഒരുപാട് രോഗികൾ, എത്രയോ സമ്പത്തുള്ള ഒരുപാട് മുതലാളിമാർ, ഒന്നുമില്ലാതെ പച്ചപ്പാവങ്ങളായി ജീവിക്കുന്ന ഫുഖറാ, ഇതൊക്കെയുള്ള ലോകത്തോടാണ് അല്ലാഹുവിന്റെ കൽപ്പന. മഹർ കൊടുക്കാനോ ചെലവ് പുലർത്താനോ കഴിയാത്ത ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിലുണ്ട്. അള്ളാഹ് പറയാണ്, നിങ്ങൾ കാത്തിരിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു തആല ഇവർക്ക് ഐശ്വര്യം കൊടുക്കും, അതുവരെ കാത്തിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിക്കാഹിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? തസവ്വജു, നിങ്ങൾ വിവാഹം ചെയ്യണം. തവാലദു തനാസലു, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകണം, മക്കൾ ജനിക്കണം. അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ സമുദായമുള്ള നബി ഞാനാവണമെന്ന് ഞാൻ കൊതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജനിക്കുന്ന ചാപ്പിള്ളയായ കുട്ടി, ജീവനില്ലാതെ ജനിക്കുന്ന കുട്ടി പോലും എന്റെ ഉമ്മത്തിൽ ഒരാൾക്ക് ജനിച്ചതാണെങ്കിൽ ആ കുട്ടിയെ പോലും എണ്ണത്തിലെടുത്ത് എന്റെ സമൂഹം ഏറ്റവും കൂടുതൽ വരുന്ന ഉമ്മത്തായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തവാലതു, നിങ്ങൾ പ്രസവിക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടാകണം, ധാരാളം മക്കളുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ബർത്ത് കൺട്രോളിന്റെ വിഷയമൊക്കെ ഇവിടെ ചർച്ചാ വിഷയങ്ങളാകാൻ പോവുകയാണ്, അല്ലേ? സോഷ്യോളജി ഒക്കെ അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസുകളൊക്കെ, മനുഷ്യന്മാരിവിടെ എണ്ണം കൂടിയാൽ റിസോഴ്സസ് കുറവാണ്, അപ്പോ ജനങ്ങൾ കൂടിയാൽ ഇവിടെ വിഭവങ്ങൾ കുറഞ്ഞു പോകുമല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഇല്ലേ ഇല്ല. നഹ്നു നർസുഖുകും വഇയ്യാകും, ജനിക്കാൻ പോകുന്ന മക്കൾക്കും നിങ്ങൾക്കും റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരുടെ അംഗസംഖ്യ കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടാണ് എന്ന യാഥാർത്ഥ്യം. കൂടാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 50 വർഷം പിന്നോട്ട് അല്ലെങ്കിൽ ഒരു 100 വർഷം പിന്നോട്ട് നോക്കുക, അന്നത്തെ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഉണ്ടായതിനേക്കാളും വിഭവങ്ങൾ ഇന്ന് കൂടിയിരിക്കുകയാണ്. എന്നതിന്റെ 10 മടങ്ങിലേറെ ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ബില്യൺ കണക്കിന് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഭക്ഷണം എമ്പാടുമാണ്. ഒരു വിഭാഗം അത് വേസ്റ്റ് ആക്കാൻ, അപ്പോ അവിടെ ഒരു ഭാഗത്ത് തടസ്സം വരുന്നുണ്ട്. പക്ഷേ പ്രൊഡക്ടിവിറ്റി കൂടാണ്. റിസ്ക് അല്ലാഹു തആല ഏറ്റെടുത്തതാണ്, അത് അല്ലാഹു കൃത്യമായി നൽകുന്നുണ്ട്. പക്ഷേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഉപയോഗം, അത് മനുഷ്യൻ അല്ലാഹു ഏൽപ്പിച്ചതാണ്. അത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്താൽ ഇവിടെ റിസ്കിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. എത്ര ആള് വന്നാലും അല്ലാഹുവിന്റെ ഭൂമിയിൽ റിസ്ക് ഉണ്ട്. ശറഈന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ശാരീരികമായ ബന്ധപ്പെടൽ പോലും അതിന്റെ ആകത്തുക എന്താണ്? സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കാനാണ്, അല്ലെ? മക്കൾ ജനിക്കലാണ്. ഇസ്ലാമും ഇതര മതവിശ്വാസങ്ങളും തമ്മിലുള്ള കമ്പാരിസൺ നടക്കാറുണ്ട്. സ്കൂളിലൊക്കെ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ചർച്ച വരാറുണ്ട്. ഇപ്പോ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ വീക്ഷിക്കുന്നത്, മറ്റു ലിബറൽ ചിന്താഗതിക്കാർ എങ്ങനെയാണ്
ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെ വീക്ഷിക്കുന്നത് എന്നിടത്ത് ചിന്തകന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം അന്യരായ ചില ആളുകളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാറുള്ളത് അങ്ങനെയാണ്. ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ ഇസ് എയിം ടു ഗെറ്റ് ബോൺ, കുട്ടികൾ ജനിക്കാൻ, മക്കൾ ജനിക്കാനാണ് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാണ്. അതൊരു കലാപരിപാടിയാണ് എന്ന രീതിയിലാണ് ആധുനിക ഈ മനുഷ്യനെ അധർമ്മത്തിലേക്ക് അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന. അങ്ങനെയാണ് എന്തോ ഒരു സംഗതി. ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നിക്കാഹ് നിശ്ചയിച്ചതിലൂടെ ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ സമീപിക്കുന്നത് അവന്റെ ശഹ്വത്ത്, അവന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ തീർക്കാനാണ്. ശരി തന്നെ. പക്ഷെ അതിനപ്പുറം അതിന് മൗലികമായ ഒരു ലക്ഷ്യമുണ്ട്. അവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ വിഷയത്തിൽ വഫീ ബുൽഗി അഹദികും സ്വദഖ, നിങ്ങളൊരാൾ സ്വന്തം ഭാര്യയെ സമീപിക്കുന്നതിലും നിങ്ങൾക്ക് സ്വദഖയുണ്ട്, ധർമ്മമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ചില സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത, അങ്ങ് പറഞ്ഞു തരൂ നബിയേ, യഅതി അഹദുനാ ശഹ്വത, ഒരു മനുഷ്യൻ തന്റെ വൈകാരികമായ ഒരു ആഗ്രഹം ഉണ്ടായപ്പോ തന്റെ ഭാര്യയെ സമീപിച്ചു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിലവന് കൂലിയോ വയകൂനു ലഹു ഫീഹി അജ്ർ, അതിലെന്താ കൂലി കിട്ടാൻ മാത്രം എന്താ നബിയെ? അല്ലേ, ഭക്ഷണം കഴിക്കാൻ വിശന്നു, ഭക്ഷണം കഴിച്ചു, ഇതിലിപ്പോ എന്ത് കൂലി എന്ന് ചോദിച്ച പോലെ നബിയെ അതൊരു ശാരീരികമായ ആവശ്യമല്ലേ, അതിനിപ്പോ കൂലിയുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അറഅയ്തും, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരൂ, ഇൻ വലഅഹാ ഫീ ഹറാം, അതൊരു ഹറാമിലാണ് ഇവൻ ഉപയോഗിച്ചതെങ്കിൽ അയകൂനു അലൈഹി വിസ്റുൻ, ആൾക്ക് അതിന്റെ കുറ്റമുണ്ടാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു, ശരിയാ നബിയെ, അത് ഹറാമിലാണെങ്കിൽ കുറ്റമാണ്, എന്നാൽ ഇത് ഹലാലിലായതുകൊണ്ട് ഇതിന്റെ പേരിൽ അയാൾക്ക് അല്ലാഹു പ്രതിഫലവും നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൗലികമായ ലക്ഷ്യം അതാണ്. തനാകഹു തവാലദു, നിങ്ങൾക്ക് മക്കൾ ജനിക്കണം, അതിന് നിങ്ങൾ നിക്കാഹ് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ ജനിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഡോക്ടർ പറയാം, ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കുഞ്ഞ് ജനിക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ്, അവളുടെ ആരോഗ്യം തകരാറിലാക്കുക മാത്രമല്ല അവൾക്കൊരു അപകടം സംഭവിക്കും, മരണം പോലുള്ള അപകടങ്ങൾ സംഭവിക്കും എന്ന് ഒരു ഡോക്ടർ, ശരിക്കറിയാവുന്ന ഒരു ഫിസിഷ്യൻ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ ശറഅ് അവൾക്ക് ഗർഭനിരോധനം അല്ലെങ്കിൽ ഗർഭധാരണത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയോ മറ്റോ ചെയ്യാൻ ശറഅ് അനുവദിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും പാടില്ല. ഇത്ര വയസ്സ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ നിർത്തല്ലേ, പാടില്ല. സയൻസ് തന്നെ എന്താ പറയുന്നത്? ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ ശരീരത്തിൽ അവിടെ മുതൽ ഒരു സ്ത്രീ രോഗിയാവുകയാണ്. എത്രയോ ചില രോഗങ്ങൾക്കൊക്കെ ഗർഭപാത്രം എടുത്തു കളയണമെന്ന് ഡോക്ടർമാർ പെട്ടെന്ന് പറയുന്നത് അവർക്ക് എളുപ്പമുള്ള പണിയാണ്. പക്ഷെ അതിന് വേറെ ഓൾട്ടർനേറ്റീവുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അള്ളാഹുവിന്റെ ഫിത്രത്തിനെ മാറ്റാൻ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് പ്രതിരോധം നൽകുന്നത് ഈ ശരീരത്തിന്റെ അവയവമാണ്. ഗർഭപാത്രം എന്ന അവയവത്തിലൂടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി അള്ളാഹു നൽകുന്നുണ്ട്, പ്രതിരോധ ശേഷി രോഗങ്ങളോട്. ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ അവിടെ മുതൽ ഷുഗർ ഇല്ലാത്ത പെണ്ണിന് ഷുഗറായി, പ്രഷർ ഇല്ലാത്തവൾക്ക് പ്രഷറായി, മറ്റു പ്രശ്നങ്ങളായി, വേദനകളായി, നിത്യരോഗിയായിട്ട് മാറുകയാണ്. അള്ളാഹു തആല ശിഫ നൽകുമാറാകട്ടെ. പക്ഷെ സ്വഹാബത്തിന്റെ കാലത്ത് ഗർഭധാരണം ഇല്ലാതെ അവർ സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോ എന്തെങ്കിലും മറ്റു ചില കാരണങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയല്ല. സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, കുന്നാ നൻസിഉ വൽ ഖുർആനു യൻസിലു എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അവർ നസ്അ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ഇജാക്കുലേഷൻ നടക്കുന്ന സമയം അവൻ അത് പുറത്തെടുക്കുന്ന രീതി ആണ്, അതിനാണ് നസ്അ് എന്ന് പറയാ. കുന്നാ നൻസിഉ വൽ ഖുർആനു യൻസിൽ, ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നുത്ഫത്ത് സ്പേം ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ ഞങ്ങൾ മാറ്റിയിരുന്നു. വൽ ഖുർആനു യൻസിൽ, അന്ന് ഖുർആൻ ഇറങ്ങുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പാടില്ലാത്തതായിരുന്നുവെങ്കിൽ ഖുർആൻ തന്നെ അവിടെ ഹറാമാക്കുന്ന നിയമം അല്ലാഹു ഇറക്കുമായിരുന്നു. പക്ഷെ അന്ന് ഖുർആനിൽ ഒരു നിയമവും അതിനെ സംബന്ധിച്ച് വന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് ശരിക്കും വളരെ ഫിത്രത്തിനോട് യോജിച്ച രീതിയാണ്, ശരീരപ്രകൃതിയോട് യോജിച്ച
രീതിയാണ്. ഇവിടെ മറ്റൊന്നും സ്വീകരിക്കുന്നില്ല. ഒരു ഗുളികയോ ഒരു മരുന്നോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ശരീരത്തിന് ഒരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല. വളരെ സ്വാഭാവികമായ, വളരെ സേഫ് ആൻഡ് സെക്യൂർ, സുരക്ഷിതമായ രീതിയിൽ അവര് കൈകാര്യം ചെയ്തിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിത്ഡ്രോ ചെയ്യുക എന്നാണ് വാക്കിന്റെ അർത്ഥം. അത് ജായിസാണ്. എന്നാൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത് മക്കൾ ധാരാളം ഉണ്ടാകട്ടെ എന്നാണ്. ഹത്താ ബിസ്സഖത്ത്, ചാപ്പിള്ളയായി ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഞാൻ അവരെ എണ്ണത്തിൽ ചേർത്തുകൊണ്ട് ഞാൻ അഭിമാനം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ നിക്കാഹ് ചെയ്യുന്നത് തന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കാനാണ്, പിന്നെ അയാൾക്ക് സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കാനാണ്. ഇത് രണ്ടും സാധ്യമാകുന്നത് അല്ലാഹു തആല വലിയൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാൻ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ടവരാണ്. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം 60-65 ആയത്തുകളുടെ ഭാഗമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ഞങ്ങൾക്ക് നൽകണമേ. വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് നൽകണമേ. ഖുർറത അയുനിൻ, കൺകുളിർമയെ തരയണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരയണമേ. സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ ദുആ ചെയ്യണം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. പിന്നെ ആ 64, 65, 66 അങ്ങനെ പോയി 74-ാമത്തെ ആയത്തിൽ അവസാനം പറഞ്ഞ ഇബാദുർ റഹ്മാനിന്റെ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളം പറഞ്ഞ ആയത്തിതാണ്. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ ദുആ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഇത് പറഞ്ഞിട്ട് പിന്നെ 3 ആയത്തുകൾ കഴിഞ്ഞ് ഈ സൂറ അവസാനിക്കുകയാണ്, സൂറത്തുൽ ഫുർഖാൻ. എന്താ ദുആ? റബ്ബന, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യയിൽ, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും നീ തരയണമേ. ഖുർറത അയുൻ, കൺകുളിർമയെ തരയണമേ. ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കല്യാണം കഴിക്കാതെ ഈ ദുആ അങ്ങ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചോനയ്ക്ക് കുട്ടികളെ തരണം, കല്യാണം കഴിച്ചിട്ടുണ്ടല്ല. പഠിച്ചവനെ ഭാര്യ നന്നാക്കി തരണം, ഭാര്യയല്ല, കുട്ടികളില്ല, ഒന്നുമില്ല. അപ്പോ അല്ലാഹു തആല ഇങ്ങനെ ഒരു ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കല്യാണം കഴിക്കണം. അത് വളരെ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്താണ്. ഈ ദുആയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് പറ്റും, കല്യാണം കഴിച്ചവർക്ക് പറ്റും, മക്കളില്ലാത്തവർക്ക് പറ്റും, മക്കൾ ഉള്ളവർക്കും, ആണിനും പെണ്ണിനും ദുആ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു ദുആയാണിത്. വിവാഹത്തിലേക്ക് അല്ലാഹു തആല ആഗ്രഹിപ്പിക്കുന്നതും ഈ ആയത്തിലൂടെയാണ്. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണം. മിൻ അസ്വാജിന എന്ന് ഭാര്യമാർ ആയിരിക്കുമ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നൽകണം. അസ്വാജ് എന്നത് സൗജ് എന്ന വാക്കിന്റെ പ്ലൂരലാണ്. സൗജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് അർത്ഥമുണ്ട്, ഭർത്താവ് എന്നും ഒരേ സമയം. സൗജത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. സൗജത്ത് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫോർ ഫീമെയിൽ, അത് ഭാര്യ തന്നെ പറ്റും, ഭർത്താവ് എന്നോട് അർത്ഥം വരില്ല സൗജത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ സൗജ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം മുദക്കറുമാണ് മുഅന്നസുമാണ്, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ട് അതിന്റെ പ്ലൂരല അസ്വാജ്. ഭർത്താക്കന്മാർ, ഭാര്യമാർ, രണ്ടും അർത്ഥം വന്നു. നോക്കണം, അള്ളാഹുവിന്റെ ഒരു ദുആ പഠിപ്പിക്കുന്ന രീതി നോക്കൂ. അല്ലാഹു തആല ആ ഉപയോഗിച്ച വാക്ക് നോക്കൂ, അസ്വാജ്. ആ അസ്വാജ് എന്നുള്ള വാക്കേ ഈ അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയാവുന്ന വാക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങളും ദ്വാരക്കാം. ഭർത്താവ് മോശമാണ്, എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ പടച്ചവനെ എന്ന് ദ്വാരക്കുന്ന പെണ്ണ് ഇത് ദ്വാരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. ഭാര്യ മോശക്കാരിയാണ്, അവളെ നന്നാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ.
കല്യാണം കഴിച്ചിട്ടില്ല, ചവനെ കൺകുളിർമയുള്ള ഭാര്യയെ തരേണമേ എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ ദുആ ഇറക്കണം. റബ്ബനാ ഹബ് ലനാ, അല്ലെ, നല്ലൊരു സ്വാലിഹായ ഭർത്താവിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, മക്കൾ ഉണ്ടായിട്ടില്ല, അല്ലാഹുവേ മക്കളെ തരണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ചോനെ മക്കൾ തരുമ്പോ അത് കൺകുളിർമയുള്ള മക്കളാക്കി തരേണമേ. മക്കളുണ്ട്, പക്ഷെ അവർ മോശക്കാരാണ്, അല്ലാഹുവേ മക്കളെ നന്നാക്കി തരണം. അവർക്കും ദുആ ഇറക്കാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, നീ തന്ന മക്കളും നീ തന്ന ഭാര്യയിലും ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമയെ തരേണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ മുത്തഖീങ്ങൾക്ക് എന്നെ ഇമാമാക്കി തരേണമേ. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. ആ പറഞ്ഞതിന് അർത്ഥം എന്താ? എന്റെ ഭാര്യ നന്നാവണം, മക്കളും നന്നാവണം, എന്നെ നന്നാക്കി തരണം. അതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, എന്നെ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആൾ. ഇമാമു മഅ്മൂം എന്ന് പറഞ്ഞ ഇമാം, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, അല്ലേ, ഇമാം ഹാസ് ടു ബി ഫോളോഡ്, ഇമാമിനെയാണ് മറ്റുള്ളവർ അനുകരിക്കുക. അപ്പൊ ഇമാം, ഞാൻ ഇമാമ, വജഅൽനാ ഞങ്ങളാക്കണം, എന്താക്കണം, ഇമാമൻ ലിൽ മുത്തഖീൻ, ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇമാമ് ഞങ്ങളാകണം. ആരെപ്പറ്റി പറഞ്ഞതൊക്കെ ഭാര്യ മക്കളൊക്കെയാണ്, കുടുംബക്കാരാണ്, വീട്ടുകാരാണ്. ഇവർക്ക് ഞാൻ മാതൃകയായിട്ട് ജീവിക്കണം. അതുകൊണ്ട് എന്നെ മുത്തഖീങ്ങൾക്ക്, മുത്തഖിയായാൽ പോരായി, മുത്തഖികളിൽ മുത്തഖിയാകണം ഞാൻ. അതുകൊണ്ട് എന്നെയും നന്നാക്കി തരണം പടച്ചവനെ. വാപ്പാക്ക് നിർബന്ധം ഉണ്ടാവും മക്കൾ ടീച്ചറൊന്നും വിളിച്ചുകൂടാന്ന്, വാപ്പാക്ക് നിർത്താനും പറ്റൂല, അല്ലെ. വാപ്പാ കള്ളുകൂടിയൊക്കെ ഉണ്ട്, പക്ഷെ മക്കൾക്ക് ഇത് പറ്റൂല. അല്ല, മക്കൾ നിർത്തണം, മക്കൾ നന്നാവണം, വാപ്പി നന്നാവണം. അപ്പൊ ഈ ദുആ ഇറക്കുമ്പോ എന്തായി? എന്നെ നന്നാക്കി തരണം പടച്ചവനെ, എന്റെ ഭാര്യ മക്കളെയും നന്നാക്കി. എല്ലാവരും എന്തൊരു നല്ല ദുആയാണത്. കുടുംബം മൊത്തം നമ്മളെപ്പോഴും ദുആ ഇറക്കണം മുഅ്മിനീങ്ങൾ. ഇപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ദുആ കൊണ്ട് ചോദിച്ചു വാങ്ങിയിട്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ദുആ കൊണ്ട് ചോദിക്കണം, അല്ലെ. മക്കളെ തർബിയത്ത് ചെയ്യുക, മക്കളെ പഠിപ്പിക്കുക, നന്നാക്കിയെടുക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ദുആ കൂടി. വല്ലദീന യഖൂലൂൻ, ഇപ്പോഴേ റഹ്മത്ത് കിട്ടുള്ളൂ, ദുആ ഇറക്കണം. നല്ല ദീനീ കുടുംബം. നാട്ടിൽ പോയിട്ട് ഇപ്പോ നാട്ടിൽ ചെന്നപ്പോ ഒരു സ്ഥലങ്ങളിലൊക്കെ ചെല്ലാനും പ്രസംഗിക്കാനൊക്കെ അവസരം ഉണ്ടായി. ജില്ലയും നാടൊന്നും ഞാൻ പറയണില്ല, നമ്മുടെ വടക്കേ മലബാറിന്റെ ഭാഗം. ഒരു പെൺകുട്ടി ഒരു ആശാരിന്റെ കൂടെ പോയതാ. എന്തേ സംഗതി? ഒരാഴ്ച വീട്ടിൽ ജോലി ചെയ്യാൻ വന്നതാ ആശാരി. +1 പഠിക്കുന്ന കുട്ടി പോയി. കുട്ടിനെ പിടിച്ചു, അവരെ മൊബൈലൊക്കെ ട്രാക്ക് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു. കുട്ടിയെ, എന്റെ സുഹൃത്ത് കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ അവസരം ഉണ്ടായി. അപ്പൊ കുട്ടിയോട് ചോദിക്കുമ്പോ കുട്ടിക്ക് ഇതൊരു കുറ്റാന്ന് തോന്നണില്ല ഈ പോയത്. ഏതോ ജാതിക്കാരനായ ആശാരിന്റെ കൂടെ പോയത്. എന്തേ പോയത്? അപ്പോ കുട്ടി പറഞ്ഞ കാരണമാണ് ഭയങ്കരം. അയാളുടെ വർത്താനം തമാശക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പോയി. അപ്പൊ എന്തെങ്കിലും മംഗലാപുരത്ത് പോയിക്കൂടായിരുന്നു, എന്റെ ബാംഗ്ലൂർ. അവിടെ 17 വയസ്സിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന്. ആ കുട്ടിയുടെ വീട്ടുകാർ പള്ളി കമ്മിറ്റിപ്പെട്ട ആൾക്കാരാണ്. നല്ല അച്ചടക്കം നിസ്കാരമുള്ള കുടുംബത്തിലാണ്. സ്നേഹങ്ങളൊക്കെ, സ്നേഹം കൊടുക്കുന്നത്, സ്നേഹത്തിന് ദാഹിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയാം. പഠിച്ചു നോക്കുമ്പോ ഈ കുട്ടി നല്ല സ്നേഹം കിട്ടി വളർന്ന കുട്ടിയാണ്. ഇതൊന്നല്ല വിഷയം. നമ്മൾ ചെയ്യുന്ന പണി, അധ്വാനങ്ങളൊക്കെ നടക്കട്ടെ, കൂടെ അള്ളാഹുവിനോട് ദ്വാരക്കും ചെയ്യണം. എന്താണ് സംഭവിക്കാൻ അള്ളാഹുവിനെ അറിയോ? എന്താണ്? ഭയങ്കര ബേജാറാണ്. +1 +2 എത്തുമ്പോഴേക്കൊക്കെ കുട്ടികൾക്ക് തോന്നുകയാണ് ഓനൊരു ഓള് വേണം, ഓൾക്കൊരു ഓനും വേണം. എപ്പോ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു പറയാ വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ ദുആ ചെയ്യേ, റബ്ബനാ അല്ലാഹുവേ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എനിക്ക് നീ നൽകുന്ന മക്കൾ, എന്റെ ഭാര്യ, അല്ലാഹു അവരൊക്കെ ഖുർറത അയുൻ, കൺകുളിർമ, കണ്ണിന് സന്തോഷം കിട്ടുന്നത്, അവരിൽ നന്മ കാണുന്നത്, അവർ നല്ലവരായി ജീവിച്ചു കാണാൻ കഴിയുന്ന ഭാഗ്യം എനിക്ക് നൽകണം പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ദുആ ഇറക്കണം. ദുആ എന്ന് വാങ്ങണം മുഅ്മിനീങ്ങളെ. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാൻ, പക്ഷെ അല്ലാഹു തആല ദുആ ചെയ്യുന്ന ഒരാളെയും അല്ലാഹു ഖായിബാക്കി മടക്കൂല. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല അവരെ സഹായിക്കും എന്ന വിഷയം ഹഖ്ഖാൻ. ഒരിക്കലും അല്ലാഹു തആല അവരെ സഹായിക്കാതിരിക്കൂല. 3 വിഭാഗം. അന്നാകിഹ് യുരീദുൽ അഫാഫ്, ചാരിത്രം സൂക്ഷിക്കണം എന്ന് ഉദ്ദേശിച്ച് നിക്കാഹ് ചെയ്യുന്ന ആൾ.
എന്ന് പറഞ്ഞാൽ പടച്ചവനെ ഞാൻ വ്യഭിചാരത്തിലേക്ക് പോകരുത്, അല്ലാഹുവേ എന്നിൽ നിന്ന് ഹറാമ് സംഭവിക്കരുത്, അല്ലാഹുവേ ഞാൻ ഹറാമിലേക്ക് നോക്കരുത്, പടച്ചവനെ എന്റെ ശരീരം നന്നാക്കി തരണം അല്ലാഹ്. ആ ഉദ്ദേശത്തിനാണ് നിക്കാഹ് ചെയ്യുന്നത്. അങ്ങനത്തവൻ നിക്കാഹ് ചെയ്യുന്നത് ബിസിനസ് തുടങ്ങാനാണ്. അമ്മോശന്റെ പൈസ ഇട്ടിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ. അവനെ പറ്റിയല്ല ഈ പറഞ്ഞത്, അവനെ പറ്റിയല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അല്ലാഹു തആല സഹായിക്കുമെന്ന് അല്ലാഹ് ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ. എന്തിനാ കല്യാണം കഴിച്ചത്? അവൻ ഇഫ്ഫത്ത് നേടാനാണ്, ചാരിത്രശുദ്ധി ഉണ്ടാകാനാണ്, വഴിപിഴച്ചു പോകാതിരിക്കാനാണ്. അതിനാണ് നിക്കാഹ് ചെയ്തത്, മറ്റൊന്നുമല്ല. വൽമുഖാത്തബു യുരീദുൽ അദാ, അടിമയെ സംബന്ധിച്ചുള്ള ഒരു സംഭവമാണത്. അടിമകൾ മോചനദ്രവ്യം കൊടുത്ത് സ്വാതന്ത്ര്യം തേടാറുണ്ട്. പറഞ്ഞാൽ മുതലാളിയോട്, മാസ്റ്റർ തന്റെ ഉടമസ്ഥനോട് പറയാ, നിങ്ങളൊരു സംഖ്യ നിശ്ചയിച്ചോളൂ, ഞാൻ അധ്വാനിച്ച ആ സംഖ്യ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം, എങ്കിൽ എന്നെ നിങ്ങൾ സ്വതന്ത്രനാക്കി തരുമോ? അപ്പൊ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അടിമകൾ, അങ്ങനെ അവര് മുഖാത്തം, അടിമപത്രം രേഖപ്പെടുത്തും, സ്വാതന്ത്ര്യത്തിന്റെ പത്രം രേഖപ്പെടുത്തുന്നവർ, അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു അടിമ സ്വാതന്ത്ര്യം വേണമെന്നും ഒറ്റക്ക് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹു സഹായിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിയ ആൾ, ആ മനുഷ്യനെയും അള്ളാഹു സഹായിക്കും. എന്തേ? അള്ളാഹുവിന്റെ ഒരു നാമം ഉയർത്തി കാണിക്കാനാണ് അയാൾ പോകുന്നത്. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. ഇവരെ അള്ളാഹു സഹായിക്കുമെന്ന ഹഖാണെന്ന് സ്വാദിഖും മസ്ദൂഖുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിക്കാഹ് ചെയ്യുന്ന ഉദ്ദേശം അതാണ്. വഅൻകിഹു എന്ന് പറഞ്ഞു. എന്തിനാണ് നിക്കാഹ് ചെയ്യേണ്ടത്? അഫാഫ്, ചാരിത്രശുദ്ധിയാണ് ഉദ്ദേശിക്കേണ്ടത്. പടച്ചോനെ, ഞാൻ കല്യാണം കഴിച്ചാൽ അള്ളാഹു അത് എന്റെ ദീനിനെ സഹായിക്കുമല്ലോ, എന്റെ കണ്ണുകളെ സൂക്ഷിക്കാനും എന്റെ നാവ് സൂക്ഷിക്കാനും എന്റെ ഛിന്ന ഭിന്നമാകുന്ന ചിന്തകളെ സൂക്ഷിക്കുവാനും എന്റെ ശരീരത്തെ സൂക്ഷിക്കുവാനും ഇതെന്നെ സഹായിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ നിക്കാഹ് ചെയ്യാൻ. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ സഹായം അള്ളാഹു നൽകുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നോക്കൂ. ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു ഇല്ലാ തഫ്അലു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. ഇദാ ജാഅകും, നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച്, മൻ തർളൗന ദീനഹു വഖുലുഖഹു, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ദീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വഖുലുഖഹു, ആ ചെറുപ്പക്കാരന്റെ സ്വഭാവവും. വേറൊരു ഹദീസിൽ വന്നത് വഅമാനത, ആ ചെറുപ്പക്കാരന്റെ വിശ്വസ്തത എന്നാണ്, ട്രസ്റ്റ് വർത്തിനെസ്. നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം നല്ല അച്ചടക്കമുള്ള, നല്ല സ്വഭാവിയായ, ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ. കല്യാണം കഴിക്കാൻ അന്വേഷണമൊക്കെ വരുന്ന സമയത്ത് നിസ്കാരം അവ്വൽ സഫിനൊക്കെ വരുന്ന ചെറുപ്പക്കാരുണ്ട് നാട്ടിൽ. കല്യാണത്തിന് അന്വേഷണം, ഇന്നലെ സുബഹിക്കല്ല ഒന്നാം സഫില് ഞാൻ കണ്ടത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒന്നാം സഫിലൊക്കെ ഈ പ്രായത്തിൽ ചെറുപ്പക്കാരോ, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഓനെ വായിക്കേ കിട്ടൂല. ഇതൊക്കെ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഏർപ്പാടാണ്, വഞ്ചനയാണ്. അത് നിലനിർത്തിക്കൊണ്ടുപോരാ. നല്ല തുടക്കമാണ്. പക്ഷെ കല്യാണത്തിൽ അന്വേഷണം വരുമ്പോ മാത്രം പിന്നെ അങ്ങനെ ചെയ്യല്ല. ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഅമാനതഹു വഖുലുഖഹു, ഒരു ചെറുപ്പക്കാരന്റെ സ്വഭാവം, ആ ചെറുപ്പക്കാരന്റെ ദീൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫസവ്വിജൂ, കല്യാണം കഴിച്ചു കൊടുത്തേക്ക്. ക്യാമ്പസ് സിനബുകൾ എന്നൊക്കെ പറഞ്ഞ് തോന്നിവാസം ചെയ്യിപ്പിച്ച് ആളെ കൂടെ ഇറങ്ങിപ്പോകലാണ് ഹീറോയിസം എന്ന് പഠിപ്പിക്കല്ലേ. കണ്ടവന്റെ കൂടെ, ഡ്രൈവറായാലും വീട്ടുജോലിക്കാരൻ, കുക്കായാലും ഗേറ്റ് കീപ്പർ ആയാലും ഏതെങ്കിലും ഒരാളെ എവിടുന്നെങ്കിലും കണ്ട് പരിചയപ്പെടാം. അങ്ങനെ പിന്നെ ഇയാളാ എന്റെ ജീവിതത്തിന്റെ എല്ലാം അയാളുടെ കൂടെ അങ്ങോട്ട് ജീവിക്കുക. എന്റെ ഉമ്മി വാപ്പയും പറഞ്ഞതൊക്കെ എന്തോ, അതൊന്നും എനിക്ക് വേണ്ട. ഈ ഒരു സംസ്കാരമാണ് ഈ കലാകാരന്മാരെന്ന് പറഞ്ഞടക്കുന്ന ആൾക്കാർ ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ ചെയ്യാ? അതാണ് നമ്മുടെ മക്കൾ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്. അത് ഹീറോയിസമാണ്, അല്ലേ? കല്യാണം നടത്താൻ ഒരു വാപ്പയോ ഒരു കുടുംബമോ ചെയ്യുന്ന സർവ്വ അധ്വാനങ്ങളും, അവരുടെ പരിശ്രമം, അവരുടെ വിയർപ്പ്, അവരുടെ ചിന്തകൾ എല്ലാം ഒരു ഭാഗത്ത് നിർത്തി ഏതോരുത്തന്റെ കൂടെ ഞാൻ പോവാൻ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെ ചിന്തിപ്പിക്കാൻ, അതിന്റെ ഇടയിൽ നിന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഫിസിക്കൽ ഇമ്പാക്ട്, ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ഇത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. നമ്മുടെ കുടുംബങ്ങൾ വളരെ ഫ്രാങ്ക് ആയിട്ട് കുട്ടികളുമായി വിഷയങ്ങൾ സംസാരിക്കണം. എന്നിട്ട് ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇൽമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരവസ്ഥ വരരുത്.
കാര്യങ്ങൾ അറിയാഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ആ കുട്ടിക്ക് ഞാൻ ഈ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയില്ല. സങ്കടമുണ്ടോ ഈ പോയതിൽ, ഇങ്ങനെ ചെയ്തതിൽ കുട്ടിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു എന്റെ സുഹൃത്തപ്പോ. ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് പറയുന്നതും ശരിക്ക് സങ്കടപ്പെടുന്നതും രണ്ടാണ്. ഇപ്പൊ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഏതോ ഒരു ആളുടെ കൂടെ നീ പോയി ജീവിച്ചു, ശരി, 1 2 മാസം 6 മാസം ജീവിച്ചു, നിന്റെ കയ്യിലുള്ള സ്വർണം മാലയ്ക്ക് വിറ്റ് നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിച്ചു. പിന്നെ എന്ത്? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. പിന്നെ എന്ത് ചെയ്യണം? അവന് ജോലിക്ക് പോകണം അല്ലേ? നീ എവിടെയെങ്കിലും വല്ല കൂരയിലോ എവിടെയെങ്കിലും ഒരു ടെന്റിലോ ഒരു ലോഡ്ജിലോ എവിടെയെങ്കിലും തങ്ങി നിന്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നിന്റെ ഭർത്താവ് ജോലിക്ക് പോയേ പറ്റൂ. 5 നേരം ഉണ്ണണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ. 6 മാസത്തെ നിന്റെ ആഘോഷം കഴിഞ്ഞു, റിയൽ ജീവിതത്തിലേക്ക് കടന്നു.